ക്വിസ്മങ്സിലേക്ക് സ്വാഗതം. ഈ 51 ചോദ്യങ്ങളിലൂടെ നിങ്ങളുടെ പുരാതന ഇന്ത്യൻ നാണയങ്ങളുടെയും നിധിയുടെയും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. രാജകീയ നാണയങ്ങൾ ഏത് തിളങ്ങുന്ന ലോഹം കൊണ്ടാണ് നിർമ്മിച്ചത്? സ്വർണം, മരം അല്ലെങ്കിൽ കളിമണ്ണ്? സ്വർണം. നിങ്ങൾക്കത് കിട്ടി. നിങ്ങൾക്ക് 4 നാണയങ്ങൾ കിട്ടി. പിന്നെ 3 എണ്ണം കൂടി. ആകെ എത്ര നാണയങ്ങൾ? 7, 6 അല്ലെങ്കിൽ 8? 7 ശരിയാണ്. പല നാണയങ്ങളിലും ഏത് ശക്തനായ മൃഗത്തിന്റെ മുദ്രയാണ് ഉണ്ടായിരുന്നത്? സിംഹം, എലി അല്ലെങ്കിൽ ചിത്രശലഭം? ഇതാണ് സിംഹം. ഇന്ത്യയിലെ ആദ്യത്തെ നാണയങ്ങളുടെ ആകൃതി എന്തായിരുന്നു? കൃത്യമായി വൃത്താകൃതിയിലായിരുന്നില്ല. തികഞ്ഞ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ തികഞ്ഞ ത്രികോണങ്ങൾ. ഊഹിച്ചോ? ഇതാണ് കൃത്യം. ആദ്യത്തെ ഇന്ത്യൻ നാണയങ്ങളിൽ എന്താണ് മുദ്ര വെച്ചിരുന്നത്? ചെറിയ ചിഹ്നങ്ങൾ, വർണ്ണാഭമായ പെയിന്റ് അല്ലെങ്കിൽ തിളങ്ങുന്ന പശ? ഇതാണ് ചെറിയ ചിഹ്നങ്ങൾ. പ്രധാനികളായി കാണപ്പെടാൻ നാണയങ്ങളിൽ ആരാണ് തങ്ങളുടെ മുഖം വെച്ചിരുന്നത്? കർഷകർ, രാജാക്കന്മാരും രാജ്ഞിമാരും അല്ലെങ്കിൽ കുട്ടികൾ? രാജാക്കന്മാരും രാജ്ഞിമാരും. കൃത്യം. ഒരു പെട്ടിയിൽ 12 നാണയങ്ങളുണ്ട്. നിങ്ങൾ പകുതി പങ്കിട്ടു. എത്ര എണ്ണം ബാക്കിയുണ്ട്? 8, 6 അല്ലെങ്കിൽ 12? ശരിയായ ഉത്തരം 6. ഏത് സാമ്രാജ്യമാണ് ദേവിയുടെ ചിത്രമുള്ള മനോഹരമായ നാണയങ്ങൾ നിർമ്മിച്ചത്? ഗുപ്ത സാമ്രാജ്യം, മൗര്യ സാമ്രാജ്യം അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യം? അതെ, അതായിരുന്നു ഗുപ്ത സാമ്രാജ്യം. ചില അപൂർവ നാണയങ്ങൾ മൃഗങ്ങളുടെ കട്ടിയുള്ള തൊലി കൊണ്ടാണോ ഉണ്ടാക്കിയിരുന്നത്? പട്ട്, തുകൽ അല്ലെങ്കിൽ കടലാസ്? തുകൽ. കൃത്യം. നാണയങ്ങളുടെ ഒരു വലിയ ഒളിപ്പിച്ച നിധിയെ എന്താണ് വിളിക്കുന്നത്? നിധി, കൂട്ടം അല്ലെങ്കിൽ കൂമ്പാരം? നിധി. അടിപൊളി. ഒരു രാജാവിന്റെ കയ്യിൽ 20 നാണയങ്ങളുണ്ട്. അദ്ദേഹം 10 എണ്ണം കൊടുത്തു. എത്ര എണ്ണം ബാക്കിയുണ്ട്? 15, 10 അല്ലെങ്കിൽ 5? അതായിരുന്നു 10. ഏതു പുരാതന നാണയങ്ങളിലാണ് കപ്പലുകളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നത്? ശതവാഹന നാണയങ്ങൾ, മുഗൾ നാണയങ്ങൾ അല്ലെങ്കിൽ പാണ്ഡ്യൻ നാണയങ്ങൾ? ഉത്തരം ശതവാഹന നാണയങ്ങൾ. അശോകന്റെ നാണയങ്ങളിലെ പുരാതന എഴുത്ത് എന്തായിരുന്നു? ഇംഗ്ലീഷ് അക്ഷരങ്ങൾ, ചിത്രരചനകൾ അല്ലെങ്കിൽ ബ്രാഹ്മി ലിപി? ബ്രാഹ്മി ലിപി കൊള്ളാം.
ഏത് കടൽ ചിപ്പികളാണ് ഒരു കാലത്ത് പണമായി ഉപയോഗിച്ചിരുന്നത്? ശംഖ്, കക്ക അല്ലെങ്കിൽ കവടി? ഇതാണ് കവടി. ഒരു പുരാതന നാണയത്തിന്റെ യഥാർത്ഥ മൂല്യം എന്താണ് നിശ്ചയിച്ചിരുന്നത്? അതിന്റെ നിറം, അതിന്റെ ഭാരം, അല്ലെങ്കിൽ അതിന്റെ ചിത്രം? അതിന്റെ ഭാരം. കൃത്യമായി. ഏത് രാജാവാണ് നാണയങ്ങളിൽ സംഗീതോപകരണം വെച്ചത്? അശോകൻ, അക്ബർ അല്ലെങ്കിൽ സമുദ്രഗുപ്തൻ? സമുദ്രഗുപ്തൻ. കൃത്യമായി. നിങ്ങൾക്ക് 3 സ്വർണവും 5 വെള്ളി നാണയങ്ങളും ലഭിച്ചു. ആകെ എത്ര? 2 നാണയങ്ങൾ, 15 നാണയങ്ങൾ അല്ലെങ്കിൽ 8 നാണയങ്ങൾ? അതെ, അതായിരുന്നു 8 നാണയങ്ങൾ. ശക്തനായ ഒരു രാജാവിനെയല്ലാതെ മറ്റാരാണ് നാണയങ്ങൾ നിർമ്മിച്ചത്? കർഷകർ, വ്യാപാരി സംഘങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ? അതായിരുന്നു വ്യാപാരി സംഘങ്ങൾ. ഒരു നാണയം കൊണ്ട് 5 കളിപ്പാട്ടങ്ങൾ വാങ്ങാം. 2 നാണയങ്ങൾക്ക് എത്ര കളിപ്പാട്ടങ്ങൾ? 10 കളിപ്പാട്ടങ്ങൾ, 7 കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ 5 കളിപ്പാട്ടങ്ങൾ? 10 കളിപ്പാട്ടങ്ങൾ. കൃത്യമായി. നാണയനിധികൾ പലപ്പോഴും എന്തിന്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്? പ്ലാസ്റ്റിക് ബാഗുകൾ, ലോഹപ്പെട്ടികൾ അല്ലെങ്കിൽ മൺപാത്രങ്ങൾ? മൺപാത്രങ്ങൾ. നേടി. ഏത് രാജ്യമാണ് നാണയങ്ങളിൽ 2 മത്സ്യങ്ങളെ പതിപ്പിച്ചത്? പാണ്ഡ്യൻ, ഗുപ്തൻ അല്ലെങ്കിൽ മൗര്യൻ? ഉത്തരം പാണ്ഡ്യൻ. കൗശലക്കാരായ രാജാക്കന്മാർ സ്വർണ്ണ നാണയങ്ങളിൽ എന്താണ് കലർത്തിയത്? തിളങ്ങുന്ന മണൽ, മഞ്ഞ പെയിന്റ് അല്ലെങ്കിൽ വില കുറഞ്ഞ ലോഹങ്ങൾ? ഉത്തരം വില കുറഞ്ഞ ലോഹങ്ങൾ. നിങ്ങളുടെ കയ്യിൽ 8 നാണയങ്ങളുണ്ട്. 3 എണ്ണം നഷ്ടപ്പെട്ടു. എത്ര ബാക്കിയുണ്ട്? 5 നാണയങ്ങൾ, 11 നാണയങ്ങൾ അല്ലെങ്കിൽ 8 നാണയങ്ങൾ? ഉത്തരം 5 നാണയങ്ങൾ. ആദ്യകാല നാണയങ്ങളിൽ എത്ര ചിഹ്നങ്ങളുണ്ടായിരുന്നു? ഒരൊറ്റ ചിഹ്നം, ചിഹ്നങ്ങളില്ല അല്ലെങ്കിൽ വ്യത്യസ്തമായ പലത്? ശരിയായ മറുപടി വ്യത്യസ്തമായ പലത്. ഒരേ സമയം ധാരാളം നാണയങ്ങൾ നിർമ്മിക്കാൻ എന്താണ് ഉപയോഗിച്ചിരുന്നത്? ഒരു അച്ച്, ഒരു വലിയ ചുറ്റിക അല്ലെങ്കിൽ ഒരു മാന്ത്രിക കലം? ഒരു അച്ച്. കൃത്യമായി. ഒരു പെട്ടിയിൽ 5 നാണയങ്ങളുണ്ട്. നിങ്ങൾ 5 എണ്ണം കൂടി ചേർത്തു. ഇപ്പോൾ എത്രയുണ്ട്? 5 നാണയങ്ങൾ. നാണയങ്ങളില്ല അല്ലെങ്കിൽ 10 നാണയങ്ങൾ? ശരിയായ ഉത്തരം 10 നാണയങ്ങൾ. മൃഗങ്ങൾ കൂടാതെ ചില നാണയങ്ങളിൽ എന്താണ് ഉണ്ടായിരുന്നത്? മരങ്ങളും ചെടികളും, വീടുകൾ അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ? മരങ്ങളും ചെടികളും. അടിപൊളി.
ചില പഴയ നാണയങ്ങൾക്ക് ദ്വാരമുണ്ടായിരുന്നത് എന്തിനായിരുന്നു? ഒരു ചരടിൽ കോർക്കാൻ, ഭാരം കുറയ്ക്കാൻ, അല്ലെങ്കിൽ പക്ഷികൾക്ക് കാണാൻ. ഒരു ചരടിൽ കോർക്കാൻ, അതുതന്നെ. ചില പുരാതന നാണയങ്ങൾക്ക് എന്ത് പ്രത്യേക രൂപമായിരുന്നു? നക്ഷത്രം, ചതുരം, അല്ലെങ്കിൽ ത്രികോണം. ചതുരം നേടി. സ്വർണം തൂക്കാൻ ഉപയോഗിച്ചിരുന്ന ചെറിയ ചുവപ്പും കറുപ്പും നിറമുള്ള വിത്തുകൾ ഏതാണ്? കുന്നിക്കുരു, ആപ്പിൾ വിത്തുകൾ, അല്ലെങ്കിൽ സൂര്യകാന്തി വിത്തുകൾ. കുന്നിക്കുരു കൃത്യം. 3 വെള്ളി നാണയങ്ങൾക്ക് 1 കളിപ്പാട്ടം വാങ്ങാം. 2 കളിപ്പാട്ടങ്ങൾക്ക് എത്ര നാണയങ്ങൾ വേണം? 3 നാണയങ്ങൾ, 2 നാണയങ്ങൾ, അല്ലെങ്കിൽ 6 നാണയങ്ങൾ. 6 നാണയങ്ങൾ. നിങ്ങൾക്കത് കിട്ടും. ഒരു നാണയത്തിലെ ചിത്രം രാജാവിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരുന്നത്? അദ്ദേഹത്തിന്റെ ഇഷ്ടഭക്ഷണം, അദ്ദേഹത്തിന്റെ വളർത്തുമൃഗത്തിന്റെ പേര്, അല്ലെങ്കിൽ അദ്ദേഹം വിലമതിച്ചതെന്ത്? ഇതാണ് അദ്ദേഹം വിലമതിച്ചതെന്ത്. പ്രസിദ്ധമായ ഒരു നാണയത്തിൽ രാജാവ് ഏത് മൃഗവുമായാണ് പോരാടിയിരുന്നത്? ഒരു ഡ്രാഗൺ, ഒരു സിംഹം, അല്ലെങ്കിൽ ഒരു വലിയ എലി? ഒരു സിംഹം കൃത്യം. ഏത് സന്ദർശകരാണ് ഇന്ത്യയിലേക്ക് സ്വന്തം നാണയശൈലികൾ കൊണ്ടുവന്നത്? പർവ്വത ഭീമന്മാർ, കാടുകൾ പര്യവേക്ഷണം ചെയ്യുന്നവർ, അല്ലെങ്കിൽ പുരാതന ഗ്രീക്കുകാർ? പുരാതന ഗ്രീക്കുകാർ. നിങ്ങൾക്കത്. ഒരു പാത്രത്തിൽ 20 നാണയങ്ങളുണ്ട്. അതിൽ 1/4 സ്വർണമാണ്. എത്ര സ്വർണ നാണയങ്ങളുണ്ട്? 20, 5, അല്ലെങ്കിൽ 4? ശരിയായ മറുപടി 5. നാണയങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വിദഗ്ധരെ എന്തു വിളിക്കുന്നു? നാണയ വിദഗ്ധർ, നിധി കുറ്റാന്വേഷകർ, അല്ലെങ്കിൽ നാണയശാസ്ത്രജ്ഞർ? നാണയശാസ്ത്രജ്ഞർ കൊള്ളാം. ചില നാണയങ്ങളിൽ ദൂരെയുള്ള ഏത് ഭാഷയാണ് ഉണ്ടായിരുന്നത്? ഗ്രീക്ക്, ഇംഗ്ലീഷ്, അല്ലെങ്കിൽ അന്യഗ്രഹ ഭാഷ? ശരിയായ മറുപടി. ചില പഴയ നാണയങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ആദ്യപടി എന്തായിരുന്നു? ചിത്രം വരയ്ക്കുക, ലോഹം പരത്തുക, അല്ലെങ്കിൽ കല്ല് മിനുക്കുക? ലോഹം പരത്തുക. നിങ്ങൾക്കത്. നാണയം നിർമ്മിക്കുന്ന വർക്ക്ഷോപ്പിനെ എന്ത് വിളിച്ചിരുന്നു? ഒരു ബാങ്ക്, ഒരു ലൈബ്രറി, അല്ലെങ്കിൽ ഒരു കമ്മട്ടം? ഒരു കമ്മട്ടം. അടിപൊളി. ഒരു നാണയം മുറിച്ചാൽ അതിന്റെ അർത്ഥം എന്തായിരുന്നു? അത് വ്യാജമായിരുന്നു, അത് പൊട്ടിപ്പോയിരുന്നു, അല്ലെങ്കിൽ ചില്ലറ ഉണ്ടാക്കാൻ? ശരിയായ മറുപടി ചില്ലറയുണ്ടാക്കാൻ. അടുത്ത തവണ കാണും വരെ ലൈക്ക്, സബ്സ്ക്രൈബ് ബട്ടണുകൾ അമർത്തുക.